മണിയൻപിള്ള രാജു എന്ന വ്യക്തി എത്ര കാലങ്ങളായിട്ട് മലയാളികളുടെ ജീവിതത്തിന്റെ ഒരു അഭിവാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ദിവസവും രാജുചേട്ടൻ അഭിനയിക്കാത്ത ഒരു സിനിമ നമ്മൾ കാണാതെ പോകില്ല അല്ലെ. ഏത് ചാനൽ മാറ്റി നോക്കിയാലും അതിൽ ഏതെങ്കിലുമൊക്കെ സിനിമയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ചിന്തിപ്പിച്ചിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ തന്നിട്ടുള്ള വ്യക്തി. ഒരുപാട് നല്ല സിനിമകൾ ഇപ്പോ മലയാളികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഒടുവിൽ ഇതാ ദുബായിൽ ഷൂട്ട് ചെയ്യുന്ന ഡയമണ്ട് നെക്ലസിന്റെ ചിത്രീകരണത്തിന്റെ ഭാഗമായി ദുബായിലും ഇപ്പോൾ ഹിറ്റ് FM സ്റ്റുഡിയോയിലും. വെൽക്കം ടു ദ ഷോ രാജേട്ടാ. എല്ലാവർക്കും ഹിറ്റ് 96.7 FM ശ്രോതാക്കൾക്കെല്ലാം എന്റെ വിനീതമായ നമസ്കാരം. വെള്ള ഷർട്ടൊക്കെ ഇട്ട് ഇപ്പോഴും ഒരു 35 വയസ്സുകാരന്റെ കൂട്ടി പറയുന്നത് ഒരു 32.5 വയസ്സുകാരന്റെ 33 എങ്ങനെ ഈ ചെറുപ്പം ഇപ്പോഴും ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു? അത് എന്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് എന്റെ കൂടെ പഠിച്ചവരൊക്കെ വേറൊരു ലെവലിലൊക്കെ ആയിട്ടുണ്ട്. ബാങ്ക് മാനേജേഴ്സ് ഇവരെല്ലാം. അപ്പൊ റിട്ടയർ ആക്കാൻ നിങ്ങൾ ഏത് പിടിക്കും? അതുകൊണ്ടാ ഞാൻ അതല്ല എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കുക, നമ്മൾ ചെല്ലുന്നിടം സന്തോഷമായിരിക്കുക. അപ്പൊ തന്നെ പ്രായമാവൂല. അത് ശരി. ഒപ്പം കൂട്ടത്തിലുള്ള നമ്മളെല്ലാവരെയും എപ്പോഴും ഹാപ്പി ആക്കി വെച്ചിരിക്കുന്നുണ്ട്. നമ്മളുടെ യൂത്തിനും നമ്മൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു രാജുചേട്ടന്. എപ്പോഴും നമ്മളെ ചിരിപ്പിച്ചു. ഞാൻ എപ്പോഴും യൂത്തിന്റെ കൂടെ ഉള്ള ആളാണല്ലോ. അതെ. ഒപ്പം ഇപ്പൊ ഒരു യൂത്ത് ടീം, ഇപ്പം ഫഹദ് ഫാസിൽ, സമൃത സുനിൽ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഇക്ബാൽ കുറ്റിപ്പുറത്തിന്റെ സ്ക്രിപ്റ്റിൽ വരുന്ന ലാൽ ജോസ് സംവിധാനം ചെയ്യുന്ന ഡയമണ്ട് നെക്ലസ് ചിത്രത്തില് രാജുചേട്ടൻ എന്താണ്? ഞാൻ ഇതിനകത്ത് അഭിനയിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് നാരായണ മേനോൻ എന്നുള്ള ഒരു ബാങ്ക് മാനേജറാണ്. ഒറ്റപ്പാലംകാരനാണ്. വളരെ ഷ്രൂഡാണ്. കാര്യങ്ങളൊക്കെ ബാങ്ക് മാനേജർ ലെവലിൽ ഇരിക്കുകയും പിന്നെ ചില കാര്യങ്ങൾ നടത്തിക്കുകയും പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ അവർ ഓഫീസിൽ ചെല്ലുമ്പോൾ അവർ ബിഹേവിയർ പാറ്റേണിനകത്ത് ഒരു പവർ കിടക്കും. അതാണ്. ഇത് കഴിഞ്ഞിട്ട് വെളിയിൽ വന്നിട്ട് അവർ നമ്മളെ ക്ലീൻ ആയിട്ട് കാര്യം കഴിഞ്ഞാൽ സ്കൂട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വളരെ ജോളിയായിട്ട് ഹഗ് ചെയ്തൊന്നും വലിയത് അങ്ങനെ ആ ഒരു ലൈനിൽ പോകുന്ന ഒരു കഥാപാത്രമാണ്. ഓ അത് ശരി. ദുബായിലുള്ള ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ. അതെ, ദുബായിലെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. പിന്നെ ലാൽ ജോസ് അല്ലേ ഡയറക്ടർ. നമ്മളെല്ലാരും ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ഡയറക്ടറാണ്. ഞാൻ അദ്ദേഹത്തിന്റെ എൽസമ്മ എന്ന ആൺകുട്ടിയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതിനുശേഷമാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. ഓ അത് ശരി, അത് ശരി. പിന്നെ പൊതുവിൽ നാട്ടിലിപ്പോ സിനിമാ വിശേഷങ്ങളൊക്കെ നമ്മൾ രാജുചേട്ടന്റെ അടുത്ത് നിന്ന് നേരിട്ട് ചോദിച്ചറിയാൻ പോവാണ്. എന്തൊക്കെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ സിനിമയുടെ ഒരു പോക്കും? ഇപ്പൊ സിനിമയുടെ ഒരു പോക്കെന്ന് വെച്ചാൽ നാട്ടിലെ എല്ലാരും ഒരു ന്യൂ ജനറേഷൻ സിനിമയ്ക്കാണ് ഇപ്പൊ ഒരു മാർക്കറ്റ്. അതായത് പണ്ട് സിനിമ കാണുമ്പോൾ ലേഡീസ് കണ്ട ഓടുന്നൊക്കെ പറയുന്നതൊക്കെ ഒരു മിഥ്യാധാരണയായിട്ട് മാറിയിട്ടുണ്ട്. കാരണം 15 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാരാണ് ഇപ്പൊ സിനിമ കാണുന്നത്. അപ്പൊ അവരിഷ്ടപ്പെടുന്ന ഒരു ടീം, അവരിഷ്ടപ്പെടുന്ന ഒരു സബ്ജക്ട്, ആ ലൈനിൽ പോകുന്ന സിനിമകൾ ഇഷ്ടപ്പെടുന്നുള്ളൂ. അല്ലാതെ ഒരു പഴയ ഒരു കാലത്തെ കഥയൊക്കെ ആയിട്ട് വന്നാൽ വലിയ പാടായിരിക്കും ഇന്നത്തെ കാലത്ത്. അപ്പൊ രാജേട്ടൻ ഒരു പ്രൊഡ്യൂസറും കൂടിയാണല്ലോ. അപ്പൊ ഇനി എടുക്കാൻ പോകുന്ന ചിത്രങ്ങളും ഇത്തരം സബ്ജക്ട് ഒക്കെ 100%. കാര്യം അങ്ങനെ ഒരു സിനിമ എടുത്താലേ ഇനി ഓടത്തുള്ളൂ. കാര്യം ഇപ്പൊ നമ്മൾ ട്രാഫിക് കുറെ കാര്യങ്ങളുണ്ട്. പ്രാഞ്ചിയേട്ടൻ രഞ്ജിത്ത് ചെയ്തത്, ഇങ്ങനെ കുറെ നല്ല സിനിമകൾ വന്നിട്ട് ആൾക്കാരുടെ മനസ്സിൽ നല്ല സിനിമ കാണണം എന്നുള്ള ഒരു മെന്റൽ മേക്കപ്പ് വന്നിട്ടുണ്ട്. ഉണ്ട്. അപ്പം നിങ്ങളിപ്പം ഒരു സീനിയർ ടീമാണല്ലോ. ഇപ്പം രാജുചേട്ടൻ, അതുപോലെ ലാലേട്ടൻ, പ്രിയദർശൻ, നിങ്ങളെല്ലാരും ചേർന്നുകൊണ്ട് ഇപ്പം മരുഭൂമിയിൽ ഷൂട്ട് ചെയ്ത ഒരു മരുഭൂമി കഥ എന്ന ചിത്രം അല്ലെ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പോയതേ. അപ്പൊ നിങ്ങളെല്ലാരും തിരിച്ചു ചെന്നിരുന്നിട്ട് ഇങ്ങനെ നിങ്ങൾ കൂടുന്ന സമയത്തൊക്കെ നിങ്ങൾ ചിന്തിക്കാറുണ്ട് ഇനിയിപ്പൊ നമ്മളും ഇനി ഇവരെ പോലെയൊക്കെ ചിന്തിച്ച് സിനിമകൾ ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ എടുത്തു തുടങ്ങണം, അങ്ങനെയൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്? ഞങ്ങളെ പോലെയുള്ള ഞങ്ങൾ അന്ന് ചിന്തിച്ചല്ലോ, അതുകൊണ്ടല്ല അന്ന് വ്യത്യാസ സിനിമ. ഇനിയിപ്പോ പുതിയ ജനറേഷൻ പുതിയത് കൊണ്ടുവരണം. പക്ഷെ നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവുമല്ലോ. എന്തായാലും ഇവർ അഭിനയിച്ചാൽ ഇവർക്കൊക്കെ ഒരു അച്ഛനോ അമ്മാവനോ ജോലിക്കാരനോ ഡ്രൈവറൊക്കെ വേണ്ടേ? ഓക്കെ. പക്ഷെ എങ്കിലും ഒരു ഡയറക്ഷൻ കൊടുക്കാൻ സാധിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് മലയാളത്തിന് അങ്ങനെ ഒരു വഴിയിലേക്ക്, കാരണം അത് ഒരു പ്രൊഡ്യൂസറോ ഡയറക്ടറിനെക്കാളും ഒക്കെ ഒരു സിനിമ ഒരു വേറൊരു പാതയിൽ പോകണമെങ്കിൽ ആദ്യമായിട്ട് ഉണ്ടാവേണ്ടത് നല്ല കഥയാണ്. നല്ല കഥകൾ ഉണ്ടായേ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ തന്നെ കഴിഞ്ഞ വർഷം ഒരു സിനിമ പ്ലാൻ ചെയ്തിട്ട് ഇതുവരെ നടക്കാതിരിക്കുന്ന വെച്ചാൽ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു കഥ, ഒരു പുതിയ നേരത്തെ പറഞ്ഞില്ല, ന്യൂ ജനറേഷൻ സിനിമ ഉണ്ടാകുന്നില്ല. ഈ വരുന്നവരൊക്കെ ഇപ്പോഴും ഒരു തെങ്കാശി ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കഥയോ അല്ലെങ്കിൽ ഡബിൾ ആക്ടർ, പണ്ട് ശശികുമാർ സാർ ചെയ്തുകൊണ്ടിരുന്ന നസീർ സാറിന്റെ കാലഘട്ടത്തിലുള്ള അങ്ങനെയുള്ള കഥകളായിട്ട് വരുന്നു. ഒരു പുതിയ കഥയായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എടുക്കും. ഈ പുതിയ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പഴയ സിനിമകളൊക്കെ ഇപ്പൊ എല്ലാം റീമേക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാണ്, കഥകൾ പുതിയ കിട്ടുന്നില്ല. അപ്പൊ ആൾക്കാർ പഴയത് അന്വേഷിച്ചു പോകുന്നു.
കഴിഞ്ഞ ദിവസം ദാസേട്ടൻ വന്നപ്പോ പറഞ്ഞല്ലോ, ദാസേട്ടന് ദേവരാജൻ മാഷ് അവരൊക്കെ കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ആരും ഇതുവരെ വിതയ്ക്കാത്ത ഒരു ഭൂമി കിട്ടി. അപ്പൊ അതിനകത്ത് വിതച്ച് അവര് നല്ല പാട്ടുകളൊക്കെ കൊണ്ടുവന്നു. ഇപ്പൊ ഉള്ളവര് പഴയതിന് അതിന്റെ ഫോമാറ്റിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞതുപോലെയാണ്. പണ്ട് സിനിമകൾ ഉണ്ടാക്കാൻ കഥകൾ പറയാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നല്ല കഥകൾ പറയാൻ ഞാൻ പറയാറ് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെ ഒക്കെ ഭാഗ്യം എന്ന് പറയുന്നത് അവരുടെ ഒരു ടേക്ക് ഓഫ് ടൈമിലൊക്കെ അവർക്ക് MT വാസുദേവൻ നായർ, പത്മരാജൻ, അങ്ങനെ നല്ല റൈറ്റേഴ്സിന്റെ ഒരുപാട് കഥകൾ കിട്ടി. ഇപ്പോ ഉള്ള ജനറേഷനിൽ അങ്ങനെയുള്ള കഥകൾ ആരും വരുന്നില്ല. നല്ല കഥകളൊക്കെ അന്ന് എടുത്ത് തീർന്നു ഉണ്ടായിരുന്നതല്ല. ഇപ്പൊ പുതിയ എഴുത്തുകാരുടെ ഇടയ്ക്കാണ് ഞാൻ നോക്കിയിട്ട് ഒരു റെവല്യൂഷൻ ഉണ്ടാകത്തത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാർ പൊങ്ങി വരുമ്പോൾ എഴുത്തുകാരുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു ആൾക്കാർ വരുന്നില്ല. നമ്മുടെ ഈ മക്കള് അല്ലെങ്കിൽ ആ ജനറേഷൻ പെടുന്നവരെല്ലാം തന്നെ അവർക്കെല്ലാം വായന കുറവാണ്. അവരെല്ലാം കമ്പ്യൂട്ടറിലും മറ്റേ എന്താ പറയാ ഓരോ നെറ്റിലൊക്കെ ഇങ്ങനെ അലിഞ്ഞു തിരികെയാണ് സമയം. വായന കുറവുണ്ട്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പുതിയ കഥകൾ വരുന്നില്ല. അത് തന്നെ. എന്തായാലും രാജു ചേട്ടൻ നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ അല്പസമയം കൂടി ഉണ്ടാവുന്നതായിരിക്കും. ഒരുപാട് ലിസണേഴ്സ് ഇപ്പൊ രാജു